സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു 2200 സ്ക്വയർ ഫീറ്റ് 2 നില വീടാണ്. 5 ബെഡ്റൂം ഉൾപ്പെടുന്ന ഒരു 2 നില വീട്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റിലെ മാവൂരിലാണ്. മാവൂർ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഗംഭീരമായിട്ടുള്ള ഒരു വീട് കാണാം. നല്ല രസകരമായിട്ടുള്ള. ഇതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ MVR ക്യാൻസർ സെന്റർ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂള്, ഹൈസ്കൂളുകൾ, UP സ്കൂളുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, എല്ലാ ദേവാലയങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. നല്ല മനോഹരമായ ഒരു ഏരിയ ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം വീട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് നമ്മളെ പറഞ്ഞ 2200 സ്ക്വയർ ഫീറ്റിലെ ആ 2 നില വീട്. ഇതാ ഇതിന്റെ ഒരു ഫുൾ വ്യൂ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനി നമുക്കൊന്ന് കയറി നോക്കാം, ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. വീടിന് മുന്നിലൂടെ ആയിട്ട് തന്നെ നല്ല ഗംഭീരമായ ഒരു ടാറിംഗ് റോഡ് തന്നെയുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വിശാലമായൊരു പാർക്കിംഗ് ഏരിയ കാണാം. അത് കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള ഒരു ഒതുങ്ങിയ വീടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഫുൾ കാഴ്ച. നമുക്കൊന്ന് കയറി നോക്കാം. അത് തന്നെ ഇവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാളുണ്ട്. അത് കഴിഞ്ഞതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. നല്ല രസകരമായിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ സ്റ്റെയറിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂം നമുക്ക് ഇവിടെ കാണാം. ഇത് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഫർണിച്ചറൊന്നും ഇല്ല കേട്ടോ അതിനകത്ത്. ഇങ്ങനെയാണ് ഇവിടെ ബെഡ്റൂം കാണാൻ കഴിയുന്നത്. അതിനടുത്തായിട്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് വന്നാൽ ഇവിടെ ഒരു ഡൈനിങ് ഹാൾ കാണാം. നേരത്തെ നമ്മൾ ലിവിംഗ് ഹാളാണ് കയറിയപ്പോൾ തന്നെ കണ്ടത്. പിന്നെ ഒരു ഡൈനിങ് ഹാൾ. ഡൈനിങ് ഹാൾ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രസകരമായിട്ട് തന്നെ ഒരു കിച്ചൺ ഉണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം മോഡുലാർ കിച്ചൺ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അവിടെ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കാം എങ്ങനെയാണ് സ്ഥിതി എന്ന്. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കിച്ചന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, കിച്ചന്റെ ഒരു സൗകര്യം എന്ന് പറയുന്നത് ആലുവ പുകയില്ലാത്ത അടുപ്പാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നാൽ ഇവിടെയാണ് കിച്ചന്റെ ബാക്ക് ഡോർ കാണാൻ കഴിയുന്നത്. ഗ്രില്ല് ഡോറാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ബാക്ക് മുറ്റം എന്ന് പറയുന്നത് അത്യാവശ്യം വിശാലമായ ഒരു മുറ്റാണ്. നമുക്കൊരു അടുക്കളത്തോട്ടം, പച്ചക്കറി തോട്ടമൊക്കെ ചെയ്യാൻ സൗകര്യമുള്ളൊരു മുറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ ഉള്ള സൗകര്യമുണ്ട്. ഒരു ചാർത്തൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ സൈഡ് ഭാഗമാണ്. സൈഡിലേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുറ്റം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും ഫ്രണ്ട് മുറ്റത്തേക്കാൾ കൂടുതൽ വലിപ്പം സൗകര്യമുള്ളത് ബാക്ക് മുറ്റം തന്നെയാണ്. ഇതാണ് ഇതിന്റെ ഒരു ബാക്ക് വ്യൂ. ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ്. വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റൈൽ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. നമുക്ക് സ്റ്റൈൽ കയറി മുകളിലേക്ക് എത്താം. നല്ല ഹാൻഡിൽ, സ്റ്റീൽ കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള ഹാൻഡിൽസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മുകളിലെത്തി കഴിഞ്ഞാലും വിശാലമായൊരു ഹാള് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഹാള് തന്നെയാണ് നമുക്ക് മുകളിലും കാണാൻ കഴിയുന്നത്. വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 10x10 റൂമുകളാണ് നമുക്ക് കാണാൻ കഴിയും. എല്ലാ റൂമുകളും 10x10 ആണ് കേട്ടോ. 10x10 സൈസാണ്. അപ്പൊ ഇതും കുഴപ്പമില്ലാത്ത നല്ല രസകരമായിട്ടുള്ള റൂം തന്നെയാണ്. നമുക്കൊരു ഫാമിലി കോട്ട് ബെഡും അലമാരിയും അത്യാവശ്യം ഒരു ടേബിളും ഒക്കെ ഇടാനുള്ള സൗകര്യമുള്ള റൂം തന്നെയാണ് 10x10 എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെൻട്രലായിട്ട് തന്നെയാണ് ബാത്റൂം കൊടുത്തിട്ട്. 2 ബെഡ്റൂമിന്റെ സെൻട്രലായിട്ട് തന്നെ ബാത്റൂം ഉണ്ട്. അങ്ങനെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് കൊടുത്തില്ല. യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂം കാണാം. ഇതും 10x10 ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം. പിന്നെ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഈ ഹാളാണ്. ഹാള് കടന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. മുകളിൽ 3 ബെഡ്റൂമാണുള്ളത്, താഴെ 2 ബെഡ്റൂം. അങ്ങനെയാണ് 5 ബെഡ്റൂം നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ 10x10 ബെഡ്റൂമാണ്. അപ്പൊ പ്രാവുകളൊന്നും കൂട് കൂട്ടാതിരിക്കാൻ അവര് കുപ്പിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇനി നമ്മൾക്ക് കാണാനുള്ളത് ബാൽക്കണിയാണ്. ഈ ഹാള് കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള ഒരു ബാൽക്കണി കാണാം. നമ്മൾ വന്ന വഴികളും ഇവിടുത്തെ വിശാലമായ ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണാൻ ആസ്വദിക്കാനും പറ്റുന്ന ഒരു ബാൽക്കണി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നോക്കിയാൽ ഈ വീടിന്റെയും വന്ന വഴികളുടെ ഒക്കെ ഒരു വിശാലമായ കാഴ്ചകൾ നമുക്ക് കാണാം. അതേപോലെ തന്നെ 3 ഫേസ് ലൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ കറണ്ടും റോഡും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം കൂടെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മൾ സാധാരണ വീടുകളൊക്കെ എടുക്കുമ്പോൾ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇവിടെ വെള്ളം കൊണ്ട് തല്ലാണെന്നുള്ളതാണ്. ഇത് ജലനിധിയുടെ വെള്ളം വരുന്നതാണ്. അപ്പൊ ഇതുണ്ടോ. അപ്പൊ ഇവിടെ ഈ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 1500 ലിറ്റർ, ഈ ഒരു 1500 ലിറ്റർ നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലൊരു ടാങ്ക് ഉണ്ട്. കേട്ടോ, മുകളിലൊരു ടാങ്ക്. ആ മുകളിലെ ടാങ്കിലേക്ക് നമുക്ക് 1000 ലിറ്റർ ടാങ്കാണ്. ആ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉള്ള സൗകര്യമാണുള്ളത്. അത് മാത്രമല്ല ഇവിടെ ഒരു മോട്ടർ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു മോട്ടർ ഉണ്ട്. ഈ മോട്ടറിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ ടാങ്ക് ഫില്ലായി കഴിഞ്ഞാൽ ഈ ടാങ്കിൽ നമുക്ക് മുകളിലെ ടാങ്കിലേക്ക് നമുക്ക് വെള്ളമടിച്ച് കയറ്റാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ കുഴൽക്കിണറുണ്ട്, അതിനുള്ള സൗകര്യമുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് സാധാരണ കിണർ കുഴിക്കാനെങ്കിൽ വിശാലമായ ഷോറൂം ഇങ്ങനെ കിടക്കാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കിണർ കുഴിക്കാൻ, എവിടെ വേണമെങ്കിലും വെച്ചാൽ സ്ഥാനം നിർണ്ണയിച്ചിട്ട് എവിടെ വേണമെങ്കിലും കിണർ കുഴിക്കാനുള്ള സൗകര്യമുണ്ട്. ചുറ്റുമതിലെല്ലാം കെട്ടി നല്ലൊരു സ്ലൈഡിംഗ് ഗേറ്റോട് കൂടി തന്നെയാണ് ഈ വീട് സംരക്ഷിച്ചിരിക്കുന്നതെന്നും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയും രസകരമായിട്ടുള്ള അടച്ചുറപ്പോട് കൂടി, കെട്ടുറപ്പോട് കൂടി തന്നെയാണ് ഇതിന്റെ ഒരു നിർമ്മാണം നമുക്ക് കാണാൻ കഴിയുന്നത്.
ഈ വീടിന്റെ ദർശനം പടിഞ്ഞാറോട്ടാണ്. അതായത് പടിഞ്ഞാറോട്ട് അഭിമുഖമായി നിൽക്കുന്ന രീതിയിലാണ് ഈ വീടിന്റെ നിർമ്മാണം. ആർക്കും സൗകര്യപ്രദമായ, ആരെയും ഇഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വീടിന്റെ നിർമ്മാണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2200 സ്ക്വയർ ഫീറ്റിലെ 2 നിലയിൽ 5 ബെഡ്റൂമോട് കൂടി 9 സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ വീടിന് പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 48 ലക്ഷം രൂപയാണ്. അത് ഒരു കച്ചവടം ആയതുകൊണ്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിനകത്ത് കോൺടാക്ട് നമ്പർ കൊടുക്കുക, ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കുക എന്നുള്ളതാണ്. വളരെ രസകരമായ, സൗകര്യപ്രദമായ ഒരു വീട് തന്നെയാണ്.